ഈ വീടിന്റെ ലോണ് എത്ര രൂപ ഉണ്ട് വീടിന്റെ ലോൺ? 10 ലക്ഷം എടുത്തതാണ്. ഇപ്പൊ 17 ലക്ഷം രൂപ വന്ന് കിടക്കുകയാണ്. 1 രൂപ പോലും അടച്ചിട്ടില്ല. ഞാൻ ഒരു തവണ അടച്ചു, പിന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ്. പത്തനാപുരം മാക്കുളത്ത് അല്ലേടാ, ഈ സ്ഥലത്തിന്റെ മാക്കുളം വന്നല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതം നയിച്ച ഒരു പ്രവാസിയുടെ ഒരവസ്ഥ അറിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്തോ സംഭവിച്ചേ? നമ്മൾ 7 കൊല്ലത്തോളം പ്രവാസ ജീവിതമായിരുന്നു. ഞാൻ ഇവിടെ ലീവിന് വന്നു അടുത്ത വിസയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും മെഡിക്കലിൽ ചെന്നപ്പോഴാണ് ഈ കാഴ്ചയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാഴ്ച റീഡിങ് കുറവാണ് അവർ പറയുന്നത്. പിന്നെ അത് മെഡിക്കൽ പാസ്സാകും. പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ പിന്നെ തിരിച്ച് കയറി പോകാൻ പറ്റിയില്ല. പിന്നെ എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തപ്പം അവർ പറയുന്നത് ജനറ്റിക് പ്രോബ്ലം ആണ്. കാഴ്ച ഇത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരിക്കലും നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ ഒക്കത്തില്ല. തീരെ കാഴ്ച ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയിരിക്കും. കുടുംബം കഴിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് പേപ്പർ പേന വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, ഹാൻഡ് മെയ്ഡായിട്ട്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അതിന് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നു. അപ്പം മെഷീനൊക്കെ വാങ്ങിച്ചു. ഇപ്പം മെഷീനകത്താണ് ഞാനത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൂടുതൽ പേന ഉണ്ടാക്കാൻ മെഷീൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. സെയിൽ കുറവാണ്, പൊതുവിൽ സെയിൽ കുറവാണ്. അപ്പം അത് സെയിൽ ചെയ്താലേ എനിക്ക് കുടുംബം മുമ്പോട്ട് കഴിഞ്ഞ് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു പേന നമ്മൾ നിർമ്മിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ ആ പേന കിട്ടുന്നത് വെറും 3 രൂപ ലാഭം കിട്ടുന്നത്. ബാക്കി നമുക്ക് എക്സ്പെൻസ് ആവുന്നതാണ്. അപ്പം അത് കൊണ്ടുവന്നിട്ട് വേണം വൈഫിന് മെഡിസിൻ വാങ്ങിക്കണം, കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കണം, എനിക്ക് മെഡിസിൻ വാങ്ങിക്കണം, പിന്നെ വീട്ടു കാര്യങ്ങൾ നടക്കണം, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അതിലാണ് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം സെയിൽ കുറവായതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ പഴിമുട്ടി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നിർമ്മിച്ച പേനയാണ്. ഇനി ഇതിൻ്റെ പണിഭാഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. ക്യാപ്പ് നിർമ്മിക്കണം, അതുപോലെ സീഡ് വെക്കണം, അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണം, ഒരുപാട് ജോലികൾ ഇതിനകത്തുണ്ട്. കാരണം അത് ഫൈനലായിട്ട് ഇതുപോലെ ഒരു ക്യാപ്പും ഇതുപോലെ സ്റ്റിക്കർ, അതുപോലെ ഇതിനകത്ത് സീഡ് വെച്ചിട്ട്, സീഡ് എന്ന് വെച്ചാൽ പച്ചക്കറിയുടെ വിത്തുകളാണ് വെച്ചാൽ നമ്മൾ ചീര, മുളക് അങ്ങനെയുള്ള സീഡുകളാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് പേന അല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ ഭൂമിക്ക് യാതൊരു വിധത്തിലും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുക. മണ്ണിൽ ഇതിന്റെ പേപ്പർ കംപ്ലീറ്റ് അലിഞ്ഞു പോകും. അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ ചേട്ടനെ സഹായിക്കണം. ചില ഒരുപാട് പേനകൾ നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, എല്ലാവരുടെ ഫാമിലിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ സ്കൂളുകളിലേക്കായാലും അല്ലെങ്കിൽ ക്ലബിന്റെ വാർഷികങ്ങളായാലും അല്ലെ എന്തെങ്കിലും അസോസിയേഷന്റെ പരിപാടികളോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ വരുവാണെങ്കിൽ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. പേന ഒരെണ്ണം മേടിച്ച് ഒന്ന് സഹായിക്കണം. അത്രയും വലിയൊരു വീടുണ്ട് എന്ന് കണ്ടാൽ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോൾ വേണമെങ്കിലും അതിന് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് ഇവർ മാറിയിരിക്കുക. അതിങ്ങനെ പറഞ്ഞ് 3-4 വാണിംഗ് തന്നിരിക്കുക. അതായത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നമാണെന്ന് കണ്ടോണ്ട് ബാങ്കുകാരൊന്ന് ഇതാക്കി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഏത് നിമിഷവും പുറത്ത് പോവാം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു പ്രയാസത്തിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാത്തേക്കാണ്. ശരി. അപ്പൊ എന്തായാലും നമുക്ക് ജിജി ചേട്ടനെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചേ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വീടൊക്കെ കാണുമ്പം വീഡിയോ കാണുന്ന വിചാരിക്കും വലിയ സാമ്പത്തികമുള്ള ഒരാളാണെന്നും. പക്ഷെ അതൊന്നുമല്ല. ഇവിടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. നമ്മളിവിടെ വന്ന് കണ്ടതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ജിജി ചേട്ടന് ഹോസ്പിറ്റലിലെ പൈസ വേണം, ഈ പറഞ്ഞതുപോലെ വൈഫിന് വേണം, മക്കളുടെ പഠിത്തം, ഇതെല്ലാം നമുക്ക് ഈ ഒരു പേന വിൽക്കുന്നതിൽ നിന്നുമാണ്. അതായത് ഒരു 3 രൂപയാണ് അത് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അറിയാം, ഇത്രയും ഒരു വീടുണ്ടായിട്ടും അത് നഷ്ടപ്പെടാൻ പോകുന്നവന്റെ ഒരു അവസ്ഥ. ഒരു പ്രവാസി. അപ്പം നമ്മൾ തിരിച്ച് പ്രവാസത്തിലോട്ട് പോയിരുന്നെങ്കിൽ ഈ ഒരു കടങ്ങളോ കാര്യങ്ങളൊന്നും ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും പുള്ളിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഏത് ജോലി എടുക്കാനും ആൾ തയ്യാറാണ് മനസ്സുകൊണ്ട്. പക്ഷെ ശാരീരികമായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉദ്യോഗി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാക്കണം. അതുകൊണ്ട് ഈ കാണുന്നവരൊക്കെ ഇവരെ ഒന്ന് സഹായിക്കുക. നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഇവർക്ക് എത്തിച്ചു കൊടുക്കണം. നമുക്ക് പറയാനുള്ളത്, സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ജിജി ചേട്ടനെ കുടുംബത്തെ താങ്ങി നിർത്തും. എന്തായാലും പേടിക്കേണ്ട കേട്ടോ. ഇവരൊക്കെ നമ്മളെ അതായത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേരള ജനത ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ചേട്ടൻ്റെ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന പ്രതീക്ഷയോടുകൂടെ കേട്ടോ ധൈര്യമായിട്ടിരിക്കുക. എന്തായാലും നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.